നമസ്കാരം. ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ജ്ഞാനോപദേശം ചെയ്ത സ്ഥലമെന്നും തന്റെ ഭക്തയ്ക്ക് മാല ചാർത്താൻ ഭഗവാൻ ശിരസ് കുനിച്ചു കൊടുത്തെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന സ്ത്രീദോഷ നിവൃത്തി സ്ഥലമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ പെരിയനായികിയമ്മ ഉടനാകിയ അരുണജടേശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം അണക്കര റൂട്ടിൽ തിരുപ്പനന്താൾ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, അരുണജടേശ്വരർ, ചെഞ്ചടയപ്പർ, താളവനേശ്വരർ, ജടാധരർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, പെരിയനായകി, ബൃഹന്നായകി, താളവനേശ്വരി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. പ്രധാനമായും സന്താനഭാഗ്യത്തിനും നാഗദോഷങ്ങൾ മാറാനും പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 33ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഇവിടുത്തെ ശിവഭഗവാനെ കുറിച്ച് പതികം പാടിയിരിക്കുന്നു. അരുണഗിരിനാഥർ തന്റെ തിരുപ്പുകളിൽ ഈ ക്ഷേത്രത്തിലെ മുരുകനെപ്പറ്റി പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. കുമരഗുരുപരർ നിർമ്മിച്ച കാശിമഠം ക്ഷേത്രത്തിനകത്തുണ്ട്. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഇന്ദ്രൻ, ഐരാവതം, അഗസ്ത്യ മഹർഷി, ചന്ദ്രൻ, സൂര്യൻ, ആദിശേഷൻ, നാഗകന്യക, യജ്ഞഗുപ്തൻ, ഹരിധ്വജൻ, താടകെ എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. പനമരം സ്ഥലവൃക്ഷമായിട്ടുള്ള തമിഴ്നാട്ടിലെ 6 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പനന്താൾ അരുണജടേശ്വര സ്വാമി തിരുക്കോവിൽ. ധർമ്മപുരം ആധീനത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കീഴ്പെരുമ്പള്ളം, കാളഹസ്തി, തിരുനാഗേശ്വരം എന്നിവയെല്ലാം ആൺനാഗങ്ങൾ പൂജിച്ച സ്ഥലമാണെന്നും ഇത് പെൺനാഗം നാഗകന്യക ഭഗവാനെ പൂജിച്ച സ്ഥലമാണെന്നും പറയപ്പെടുന്നു. വാസുകി നാഗത്തിന്റെ പുത്രി സുമതി എന്ന നാഗകന്യകയാണ് ഇവിടെ ഭഗവാനെ പൂജിച്ചതെന്നാണ് ഐതിഹ്യം. ക്ഷേത്ര സ്ഥലവൃക്ഷത്തിനരികിൽ ചെറിയൊരു കിണറുണ്ട്. നാഗകന്യക ഇതിൽ നിന്നും വന്നാണ് ഭഗവാനെ പൂജിച്ചതെന്നാണ് പറയുന്നത്. ഇന്നും അദൃശ്യയായി പൂജിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. താള എന്നാൽ പന, വനം എന്നത് കാട്. മുമ്പ് പനമരങ്ങൾ നിറഞ്ഞ കാടായിരുന്ന ഈ പ്രദേശത്ത് ഭഗവാൻ സ്വയംഭൂവായി ഉദ്ഭവിച്ചതിനാൽ ഭഗവാന് താളവനേശ്വരർ എന്ന നാമവും ഈ പ്രദേശം തിരുപ്പനന്താൾ എന്നും അറിയപ്പെട്ടു. ചന്ദ്രൻ തന്റെ ശാപം മാറ്റാൻ ഇവിടെ ശിവഭഗവാനെ പൂജിച്ച ഐതിഹ്യത്താൽ ചന്ദ്രദോഷമുള്ളവർ തിങ്കളാഴ്ചകളിലും മാസിമാസം ചതുർത്ഥി നക്ഷത്രത്തിലും ഇവിടം സന്ദർശിച്ചു പ്രാർത്ഥിക്കുന്നത് ഉത്തമം. പാർവതീദേവിക്ക് ഭഗവാൻ ജ്ഞാനോപദേശം ചെയ്ത സ്ഥലമാണിതെന്നും പറയപ്പെടുന്നു. സൂര്യൻ ഇവിടെ ഭഗവാനെ പൂജിച്ച് ശാപം മാറ്റിയതിനാൽ ചിത്രമാസത്തിൽ കുറച്ചു ദിവസം തന്റെ കിരണങ്ങൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം താളവനം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് താടകെ എന്ന സ്ത്രീ പുത്രഭാഗ്യത്തിനായി വിധിമുറകൾ തെറ്റാതെ ദിനവും പൂമാലയണിയിച്ച് ശിവഭഗവാനെ പൂജിച്ചു വന്നു. രാമായണത്തിലെ താടകയല്ല ഈ താടകെ എന്നാണ് പറയുന്നത്. ഒരു നാൾ പൂജയ്ക്കൊടുവിൽ ശിവലിംഗത്തിന് മാല ചാർത്താനായി എഴുന്നേറ്റ താടകയുടെ മേൽവസ്ത്രം ഒന്ന് വഴുതി. അവൾ തന്റെ കൈകൊണ്ട് വസ്ത്രം കീഴെ വീഴാതെ അമർത്തി പിടിച്ചതിനാൽ ഭഗവാന് മാല ചാർത്താൻ ബുദ്ധിമുട്ടി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മാല ചാർത്താൻ ശിരസ് കുനിച്ചു കൊടുത്തു. ഷോഡശ ഉപചാര പൂജകൾ ചെയ്യാൻ ദേവന്മാരെ പോലെ അവൾക്ക് 16 കരങ്ങൾ കൊടുത്തു. ആശ്ചര്യത്തോടെ അവൾ നിൽക്കുമ്പോൾ ഭഗവാൻ അവൾക്ക് ഋഷഭാരൂഢരായി ദർശനം കൊടുത്തു. സന്താനഭാഗ്യം അനുഗ്രഹിച്ചതോടൊപ്പം ദേവന്മാരെ പോലെ പൂജകൾ ചെയ്യാൻ കരങ്ങളും കൊടുത്തതിനാൽ ഈ കഥ ഓർമ്മിക്കത്തക്കവണ്ണം ഈ പ്രദേശത്തിന് താടകീശ്വരം എന്ന നാമവും വെച്ചു ഭഗവാൻ എന്നാണ് ഐതിഹ്യം. താടകെ ആലയത്തിന്റെ വടക്കുഭാഗത്ത് തീർത്ഥം സൃഷ്ടിച്ച് തെക്കുകരയിൽ വീരിയമ്മനെയും കീഴ്ക്കരയിൽ ഭൈരവരെയും കാവലായി പ്രതിഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ച് സന്താനഭാഗ്യം കൈവരിച്ചു എന്നാണ് പുരാണങ്ങൾ. ഈ കഥയറിഞ്ഞ് ഇവിടം ഭരിച്ചിരുന്ന ചോഴരാജാവ് വീരസേനൻ ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ താടകയോടുള്ള കരുണയാൽ ശിരസു കുനിച്ച് ചരിഞ്ഞു നിൽക്കുന്ന ശിവലിംഗം കണ്ട് അത് നിവർത്തണമെന്ന് വിചാരിച്ചു. ആന, കുതിര, പടയാളികൾ എന്നിവരാൽ ശിവലിംഗത്തെ കെട്ടിവലിച്ച് നിവർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. ആ നാട്ടിലുണ്ടായിരുന്ന 63 നായന്മാരിൽ ഒരാളായ കുങ്കിലിയക്കലയ നായനാരെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ആളയച്ചു. കലയൻ എന്നു പേരുള്ള നായനാർ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ക്ഷേത്ര പൂജാരിയായിരുന്നു. ഭഗവാനെ പൂജിക്കുമ്പോഴെല്ലാം കുങ്കിലിയം, അതായത് സാമ്പ്രാണി പുകച്ചല്ലാതെ അദ്ദേഹം പൂജിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് കുങ്കിലിയക്കലയ നായനാർ എന്ന നാമം വന്നത്. തന്റെ കയ്യിലുള്ള ധനം മുഴുവൻ അദ്ദേഹം ശിവസേവയ്ക്കായി ഉപയോഗിച്ചു തീർത്തു. പട്ടിണിയിൽ അരി വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് അരി വാങ്ങിക്കാൻ പുറപ്പെട്ട അദ്ദേഹം അരിക്കു പകരം ഭഗവാനെ സേവിക്കാൻ കുങ്കിലിയം വാങ്ങി വന്ന ആളാണ്. ഭക്തിയല്ലാതെ വേറൊരു ചിന്തയും അദ്ദേഹത്തിനും പത്നിക്കും ഇല്ല എന്നതാണ് സത്യം. കുങ്കിലിയക്കലയ നായനാർ ക്ഷേത്രത്തിലെത്തി. ശിവലിംഗം ചരിഞ്ഞിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഒരു കയറെടുത്ത് ഒരു ഭാഗം ശിവലിംഗത്തിലും മറുഭാഗം തന്റെ കഴുത്തിലും കെട്ടി ശിവലിംഗത്തെ ഭക്തിയോടെ നിവർത്താൻ ആരംഭിച്ചു. ശിവലിംഗം നിവർത്താൻ കഴിയാതെ വന്നാൽ ഭഗവാൻ തന്റെ ജീവൻ എടുക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കുങ്കിലിയക്കലയ നായനാരുടെ കഴുത്തു മുറിഞ്ഞ് ചോരയൊഴുകി തുടങ്ങി. അദ്ദേഹത്തെ അധികം പരീക്ഷിക്കാൻ ഭഗവാൻ മുതിർന്നില്ല. ശിവഭഗവാൻ ഉടനെ തന്റെ തൃക്കരം നായനാരുടെ ശിരസിൽ വെച്ചു. ചരിഞ്ഞിരുന്ന ശിവലിംഗം നിവരുകയും നായനാരുടെ കഴുത്ത് ശരിയാവുകയും ചെയ്തു. ഇത് കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പുരാണങ്ങൾ. ഇതിൽ രാജാവ് ആശ്ചര്യപ്പെട്ടുവെന്നും കുങ്കിലിയക്കലയ നായനാരെ പ്രകീർത്തിച്ചു എന്നുമാണ് കഥ.
തന്റെ അധ്വാനത്തിൽ നിവരാത്ത ഈശന്റെ ശിരസ് കുങ്കുലിയക്കലയ നായനാരുടെ ഭക്തിക്ക് മുന്നിൽ നിവർന്നത് കണ്ട് രാജാവ് ഈ കോവിലിൽ ഭഗവാനെ പൂജിക്കാതെ തിരുപ്പനന്താളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇതേപോലെ ഒരു കോവിൽ നിർമ്മിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചുവെന്നും പിൻകാലത്ത് ആ ശിവക്ഷേത്രം മണൽമാരിയാൽ നശിച്ചതായും കഥയുണ്ട്. ക്ഷേത്രത്തിന്റെ രണ്ടാം പ്രകാരത്തിൽ സ്ഥലവൃക്ഷത്തിനടുത്ത് താടക ശിവലിംഗത്തെ പൂജിക്കുന്ന ശില്പവും കുങ്കുലിയക്കലയ നായനാർ കഴുത്തിൽ കയർകെട്ടി ശിവലിംഗത്തെ വലിക്കുന്ന ശില്പവും ഭക്തർക്ക് ദർശിക്കാം. വേറൊരു ഐതിഹ്യം, കുങ്കുലിയക്കലയ നായനാരുടെ പുത്രൻ മരിച്ചപ്പോൾ അദ്ദേഹം മൃതദേഹം ദഹിപ്പിക്കുന്നതിനായി കൊണ്ടുപോകുമ്പോൾ വിനായകർ വഴി തടഞ്ഞ് മൃതദേഹം നാഗകന്യകാ തീർത്ഥത്തിൽ കുളിപ്പിക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്തപ്പോൾ നായനാരുടെ പുത്രന് ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത്. ആ വിനായകർ ക്ഷേത്രത്തിന്റെ വായുമൂലയിൽ ഉണ്ട്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും പടിഞ്ഞാറ് ദർശനമായ 7 നില രാജഗോപുരത്തോടും കിഴക്ക് ദർശനമായ 5 നില ഗോപുരത്തോടും മൊത്തം 4 വശത്തായി 4 ഗോപുരങ്ങളോടും കൂടിയ തിരുപ്പനന്താൾ അരുണജടേശ്വരർ തിരുക്കോവിൽ നത്തൻ തരണി എന്ന രാജാവ് കരിങ്കല്ലാൽ നിർമ്മിച്ചു എന്നാണ് അനുമാനം. 16 കാൽ മണ്ഡപം, വാഹന മണ്ഡപം, വവ്വാൽ നെത്തി മണ്ഡപം എന്നിവയെല്ലാം ക്ഷേത്രത്തിലുണ്ട്. കുലോത്തുംഗ ചോഴൻ പിന്നീട് ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതായാണ് കരുതപ്പെടുന്നത്. ശിലാഫലകങ്ങളിൽ തിരുത്താടകീച്ചരത്ത് മഹാദേവൻ, തിരുത്താടകീച്ചരത്ത് പെരുമാൻ എന്നിങ്ങനെയാണ് ഭഗവാനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ദേവിക്ക് ക്ഷേത്രം നിർമ്മിച്ച രാജാവിനെ പറ്റിയും മഹാമണ്ഡപത്തിന്റെ വാതിലിനരികിലുള്ള ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുജ്ഞാന സമ്പന്നരുടെ പതികത്തിലും തിരുത്താടക ഈച്ചരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലയത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഊരുടയപ്പർ കോവിലും അയ്യനാർക്കും മാരിയമ്മനും ചെറുകോവിലുകളും കാണാം. ഊരുടയപ്പർ കോവിൽ ബ്രഹ്മാവാൽ പൂജ ചെയ്യപ്പെട്ടത്. ബ്രഹ്മദേവൻ അലങ്കരിച്ച അലങ്കാരങ്ങളെ മാറ്റി ഐരാവതം ശാപവിമോചനത്തിനായി ഇവിടെ പൂജിച്ചു. ഇതിൽ സങ്കടപ്പെട്ട ബ്രഹ്മദേവൻ സിംഹമുഖത്തോടെ ഒരു പെരുമാൾ കോവിൽ നിർമ്മിച്ച് പൂജിച്ച് വരങ്ങൾ നേടി. ഈ ഐതിഹ്യത്താൽ പടിഞ്ഞാറ് ഭാഗത്ത് വിഷ്ണു ക്ഷേത്രം ഒന്നുണ്ട്. അതിനാൽ ആവണി മാസത്തിൽ ബ്രഹ്മശാപ നിവൃത്തി തീർത്ഥവാരി ആഘോഷവും ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പ്രധാന കരുവറയിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശിവഭഗവാൻ അരുണജടേശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി പടിഞ്ഞാറ് ദർശനമായി അരുൾ ചൊരിയുന്നു. കരുവറ സ്വല്പം താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ ശിവലിംഗമാണിത്. താടകയ്ക്കായി ശിരസ് സ്വല്പം വളച്ചു കൊടുത്തതിനാൽ ശിവലിംഗത്തിൽ ആ വളവും കുങ്കുലിയക്കലയ നായനാർ കയർകൊണ്ട് കെട്ടിവലിച്ച പാടുമുണ്ട്. പനവൃക്ഷത്തിന് താഴെയുള്ള ശിവലിംഗമാണ് താളവണേശ്വരർ. സർപ്പദോഷം, ചൊവ്വാദോഷം നീങ്ങാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. പ്രധാനമായും സ്ത്രീകളുടെ ഋതുപ്രശ്നങ്ങൾക്കുള്ള ദോഷനിവൃത്തി സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തിൽ ഭഗവതി തനി ഗോപുരത്തോടെ പ്രത്യേക വിമാനത്തിന് കീഴിൽ പെരിയനായകി എന്ന നാമത്തിൽ 4 കരങ്ങളോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ദേവിക്ക് ഭഗവാൻ ജ്ഞാനം ഉപദേശിച്ച ഐതിഹ്യത്താൽ മൂലവർ സന്നിധിക്കെതിരിൽ മുഖത്തോട് മുഖം നോക്കിയാണ് ദേവി സന്നിധി. ഇടതുകാത് കൂർപ്പിച്ച് ജ്ഞാനം ശ്രവിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ ആണ്ടവിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, മഹാലക്ഷ്മി, നടരാജർ ശിവഗാമി, സോമസ്കന്ദർ, പഞ്ചഭൂതലിംഗങ്ങൾ, സ്വക്കനാഥർ, സൂര്യൻ, ചന്ദ്രൻ, ഋഷഭാരൂഢർ, സട്ടേനാഥർ, ഭൈരവർ, സപ്തകന്യകകൾ, അയ്യനാർ, 63 നായന്മാർ, നവഗ്രഹങ്ങൾ, 4 ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, ചണ്ഡികേശ്വരർ, മുരുകന്റെ 2 ഉത്സവമൂർത്തികൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രവൃക്ഷം പനമരം. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം, ഐരാവത തീർത്ഥം, താടകീ തീർത്ഥം, വിഷ്ണു തീർത്ഥം, സൂര്യതീർത്ഥം, ആദിശേഷ തീർത്ഥം, ഹരിദ്വജ തീർത്ഥം, നാഗകന്യാ തീർത്ഥം എന്നിങ്ങനെ പല തീർത്ഥങ്ങൾ ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി കാണാം. കാമിക ആഗമ വിധിപ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. കന്ദഷഷ്ടി, വിനായക ചതുർത്ഥി, ആടിപ്പൂരം, നവരാത്രി, ശിവരാത്രി, ചിത്തിര ബ്രഹ്മോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 18 കിലോമീറ്റർ, ആടുതുറയിൽ നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആടുതുറ, കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.